ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടിട്ട് ഏപ്രിൽ 2024 കാറ്റഗറി 3 പാർട്ട് 2 മലയാളത്തിൽ ചോദിച്ചത്, അഥവാ പാർട്ട് 1 അഡോളസൻ സൈക്കോളജിയാണ്, പാർട്ട് 2 മലയാളം ഓർ ഇംഗ്ലീഷ് ആണ്, പാർട്ട് 3 ആണ് നമ്മുടെ സബ്ജക്റ്റ് ബേസ്ഡ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ള മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്കൻഡ് പാർട്ടാണ്. മലയാളത്തിൽ മൊത്തം 41 മുതൽ 70 വരെ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 30 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റത്തെ 10 ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കവിത തന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഉണ്ടാവുക. ബാക്കി വരുന്ന 10 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തു. പിന്നെ അത് ബാക്കി വരുന്നൊരു 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3യുമായി ബന്ധപ്പെട്ട് അഡോളസൻ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ കാറ്റഗറി 3 മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്, അതേപോലെ മാത്തമാറ്റിക്സ് PYQ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ മാത്സിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ പ്ലേലിസ്റ്റുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ് ഇതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റുകളും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. 61 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളാണ്. അപേക്ഷിച്ചു കൊള്ളുന്നു താഴെ പറയുന്നവയിൽ ഏതിനുദാഹരണമാണ്? ഭേദകാനുപ്രയോഗം, പൂരണാനുപ്രയോഗം, കാലാനുപ്രയോഗം, തദ്ധിതം. ഇതിൽ ഏതിനുദാഹരണമാണ് അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറയുന്നത്? ഏതിനുദാഹരണമാണ് വരുന്നത് അറിയോ? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഭേദകാനുപ്രയോഗം. എന്താണ് ഈ ഭേദകാനുപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിനയം, ലാഘവം, പതിവ് മുതലായ വിശേഷണാർത്ഥങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അനുപ്രയോഗമാണ്. അഥവാ അറിയിച്ചു കൊള്ളുന്നു, ചെയ്ത് കളഞ്ഞു കൊടുത്തു വരുന്നു. ഓക്കെ, അതായത് നമ്മളൊരു വിനയം അല്ലെങ്കിൽ ലാഘവം ഒക്കെ നമ്മൾ ഈ ഒരു വാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപേക്ഷിച്ചു കൊള്ളുന്നു, ഒരു വിനയത്തോടുകൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചു കൊള്ളുന്നു, അല്ലാതെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞത്, അപേക്ഷിച്ചു കൊള്ളുന്നു. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്ന ഏതാണ്? ഭേദകാനുപ്രയോഗമാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? ഭേദകാനുപ്രയോഗം എന്താണെന്നുള്ളത് പറഞ്ഞു. അടുത്തത് കാലാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിലുള്ള താരതമ്യങ്ങളെ കുറിക്കുന്ന, ആ പേര് തന്നെ ഉണ്ട് അല്ലേ, കാലത്തിലുള്ള താരതമ്യങ്ങളെ കുറിക്കുന്ന പ്രയോഗമാണിത്. ഉദാഹരണം, പോയിരിക്കുന്നു, പോയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ പോയിട്ടുണ്ട്, കുറച്ചു മുമ്പ് പോയി എന്നൊക്കെ പറയില്ലേ. പോയിട്ടുണ്ടായിരുന്നു, പോയിരുന്നു പക്ഷെ ഇപ്പോൾ അറിയില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയും, നിനക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയോ? ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറിയില്ല എന്നൊക്കെ ഒരു വാക്കിൽ നമ്മൾ പറയില്ലേ. പോകുമായിരുന്നു, സാധ്യത, ഞാൻ ചിലപ്പോൾ പോകുമായിരുന്നു, സാധ്യത അല്ലേ. അതാണ് കാലാനുപ്രയോഗം എന്ന് പറയണത്. ദെൻ അടുത്ത് വരുന്ന പൂരണാനുപ്രയോഗം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിലാധാതുക്കളുടെ രൂപങ്ങളെ പൂരിപ്പിക്കുന്നതിന് ചെയ്യുന്ന അനുപ്രയോഗമാണ് പൂരണാനുപ്രയോഗം. ഉദാഹരണം, ഉൾ എന്ന ധാതുവിന് ഉണ്ട്, ഉള്ളു, ഉള്ള എന്നീ രൂപങ്ങളാണ്. ആവുക എന്ന പ്രയോഗം ഉണ്ടാവുക, ഉണ്ടാവും, ഉണ്ടാവാറുണ്ട് മുതലായ രീതികളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ. അതായത് അങ്ങനെ ആവുക, ആവാം, ആവാതിരിക്കാം, ഉണ്ടാവാം, ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പൂരണാനുപ്രയോഗം എന്ന് പറയുന്നത്. ഇനി നാമത്തോടോ ഭേദകത്തോടോ ചില പ്രത്യയങ്ങൾ ചേർത്തുണ്ടാകുന്ന നാമരൂപം. ഉദാഹരണം, അടിമത്തം, കള്ളത്തരം, വേണ്ടാതനം, നെടുമങ്ങാടൻ. ഇതൊക്കെയാണ് നമ്മൾ അടുത്തതിൽ പറയുന്നത്. ദെൻ ശബ്ദതാരാവലി എഴുതിയതാരും? ശബ്ദതാരാവലി എഴുതിയതാരും? എസ് ഗുപ്തൻ നായർ, വിലാസിനി, ശ്രീകണ്ഠേശ്വരം, കാൾഡ്വെയിൽ. ഇതിൽ ആരാണ് ശബ്ദതാരാവലി എഴുതിയത്? ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കുക, അതിനുശേഷം നിങ്ങൾ ഇതിൽ പറയുന്ന ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശബ്ദതാരാവലി എഴുതിയതാര്? ഈ പറഞ്ഞ 4 പേരിൽ ആരാണ് ശബ്ദതാരാവലി എഴുതിയത്? ശബ്ദതാരാവലി എഴുതിയത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, ശ്രീകണ്ഠേശ്വരം.
അടുത്ത് 63ാമത്തെ ചോദ്യം. ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദം. ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദം. താമരക്കണ്ണൻ, പീതാംബരം, കേരളദേശം, പാദപങ്കജം. ഇതിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? അത് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, താമരക്കണ്ണൻ. ആരാണ്? താമരക്കണ്ണൻ. അതാണ് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദം. ദെൻ 64ാമത്തെ ചോദ്യം. പ്രഭാതത്തിൽ പൂക്കൾ വിടരുന്നു. പ്രഭാതത്തിൽ പൂക്കൾ വിടരുന്നു. ഇത് ഏത് തരം വാക്യത്തിന് ഉദാഹരണമാണ്? പ്രഭാതത്തിൽ പൂക്കൾ വിടരുന്നു. ഇത് ഏത് തരം വാക്യത്തിന് ഉദാഹരണമാണ്? കേവലവാക്യം, മഹാവാക്യം, സങ്കീർണവാക്യം, അംഗവാക്യം. ഇതിൽ ഏതിന് ഉദാഹരണമാണ് പ്രഭാതത്തിൽ പൂക്കൾ വിടരുന്നു എന്നുള്ളത്? ഏതിന് ഉദാഹരണമാണ്? കേവലവാക്യത്തിന് ഉദാഹരണമാണ്. ഏതിന് ഉദാഹരണമാണ്? കേവലവാക്യത്തിന് ഉദാഹരണമാണ്. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 7 എന്ന അർത്ഥം വരുന്ന പദമേത്? നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. നമ്മൾ ക്വാഡ്രിലാറ്ററലിൻ്റെ ഈ എന്താ പറയുക നമ്പറുകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സൈഡുകൾ വെച്ചിട്ട് മലയാളത്തിലെ സൈഡുകൾ 3 സൈഡുള്ളതിനെ നമ്മൾ ത്രികോണം, 4നെ നമ്മൾ ചതുർഭുജം, 5നെ നമ്മൾ പഞ്ചഭുജം, 6നെ നമ്മൾ ഷഡ്ഭുജം, 7നെ നമ്മൾ സപ്തഭുജം, കേട്ടോ, സപ്തം കേട്ടോ, 8നെ നമ്മൾ അഷ്ടഭുജം, നവഭുജം, ദശഭുജം എന്നൊക്കെ പറയും മാത്സിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ 7 എന്ന് പറയുന്നത് എന്താണ്? സപ്താണ്. ഓപ്ഷൻ സി സപ്തമാണ് വരുന്നത്. എന്താണ്? സപ്തം. ദെൻ 6ാമത്തെ ചോദ്യം. പെറ്റമ്മ ഈ വാക്കിൽ ലോപിച്ച വർണ്ണം ഏത്? എന്താണ് ലോപം എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ പെറ്റമ്മ ഈ വാക്കിൽ ലോപിച്ച വർണ്ണം ഏത്? ഏതാണ് വരുന്നത്? ലോപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണല്ലേ, ഒന്ന് ഒരു ലെറ്റർ അവിടുന്ന് പോവാണ് ചെയ്യുക, എന്നിട്ട് മറ്റൊരുമായിട്ട് ജോയിൻ ചെയ്യും. ഇപ്പോൾ പെറ്റ അമ്മ എന്നുള്ള വാക്കിനെ പെറ്റമ്മ എന്ന് പറയുമ്പോൾ അവിടുന്ന് ആര് പോയി? ആ പോയി അല്ലേ? അപ്പോൾ അതാണ് ഈ ലോപിച്ച വർണ്ണം എന്ന് പറയുന്നത്. ആ ലെറ്ററിനെയാണ് നമ്മൾ വർണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോപിച്ചത് ആരാണ്? പെറ്റമ്മ. ഈ വാക്കിൽ ലോപിച്ച വർണ്ണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ആ, എ, ഓ, ഇ. ആരാണ്? ഓപ്ഷൻ എ, ആയാണ്. ദെൻ 67ാമത്തെ ചോദ്യം. ഉപമാനത്തെ വർത്യമെന്ന് പറയുന്ന അലങ്കാരം ഏത്? ഉപമാനത്തെ വർത്യമെന്ന് പറയുന്ന അലങ്കാരം ഏത്? ഉപമ, രൂപകം, ഉത്പ്രേക്ഷ, പ്രദീപം. ഇതിൽ ഏതാണ് ഉപമാനത്തെ വർത്യമെന്ന് പറയുന്ന അലങ്കാരം? ഏതാണ്? ഏതാ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, പ്രദീപം. ഓക്കെ, ദെൻ 68ാമത്തെ വരുന്ന ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. 1950, 1956, 1957, 1955. ഇതിലേതാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം? കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ്, 1956. ഓക്കെ, ദെൻ 69ാമത്തെ ചോദ്യം. ഷ ഏത് വിഭാഗത്തിൽ പെടുന്ന അക്ഷരമാണ്? ഊഷ്മാവ്, ഘോഷി, മധ്യമം, താലവ്യം. ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന അക്ഷരമാണ് ഷ എന്ന് പറയുന്നത്? ഏത് വിഭാഗമാണ്? ഊഷ്മാവ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഷ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കലശം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കലശം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉപദ്രവിക്കുക, കബളിപ്പിക്കുക, തിരിച്ചടി നൽകുക, അവസാനിപ്പിക്കുക. നമ്മൾ ഈ കലാശക്കൊട്ട് എന്നൊക്കെ പറയുമല്ലോ അല്ലെ. എന്താ കലാശക്കൊട്ട് എന്നല്ല, അവസാനമായിട്ടുള്ള ഒരു ഇതിനെയാണല്ലേ ഇലക്ഷന്റെ സമയത്തൊക്കെ കലാശക്കൊട്ട്. അതേപോലെ തന്നെ കലശം ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുക എന്താണ്? ഓപ്ഷൻ ഡി, അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2024 ഏപ്രിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലേലിസ്റ്റുകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കുക. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും പ്ലേലിസ്റ്റുകൾ ഞാനിവിടെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം നോക്കാം. സോ
കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ്. ഓക്കെ, നമ്മുടെ കേട്ടിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് യു ക്യാൻ ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലേലിസ്റ്റുകൾ കാണാം. ചെക്ക് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ സക്സസ് ആൻഡ് ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ.